നല്ല മുരിഞ്ഞ വരട്ടിയും പച്ച വെളിച്ചെണ്ണ ഒഴിച്ച പച്ച ചമ്മന്തിയും. നിങ്ങൾക്ക് ഈ കോംബോ ഇഷ്ടമാണോ? നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ്? എല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോളൂ. അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്നതിന് കുറച്ചൊക്കെ ഡിഫറൻസ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മുഴുവൻ വീഡിയോ കാണും കേട്ടോളൂ, എന്നിട്ട് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് തുവരപ്പരിപ്പ്, 1 കപ്പ് കറുത്ത ഉഴുന്നുപരിപ്പ് കേട്ടോ, തൊലിയുള്ള ഉഴുന്നുപരിപ്പ്, പിന്നെ 1 കപ്പ് കടലപ്പരിപ്പ്, 1 കപ്പ് പച്ചരി, 1 കപ്പ് പുഴുങ്ങലരി, 1 കപ്പ് ചെറുപയർ. അപ്പോൾ നിങ്ങൾ ഏത് കപ്പാണോ അളവിന് വേണ്ടി എടുക്കുന്നത് ആ കപ്പ് തന്നെ എല്ലാ അളവിനും എടുത്തോളൂ കേട്ടോ. ഞാനൊരു ചെറിയൊരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് നന്നായിട്ട് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു 5-6 മണിക്കൂർ കുതിർന്നിട്ടുള്ളതിന് ശേഷമാണ് ഈ കാണുന്നത് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഉഴുന്നിൻ്റെ തോലൊക്കെ ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് കളയണ്ട. പണ്ടാണെങ്കിൽ മുഴുവൻ തോല് കഴുകി കളഞ്ഞ് ആ തോല് പശുവിന് കൊണ്ട് കൊടുക്കും കഞ്ഞിവെള്ളത്തിൽ കലക്കിയിട്ട് അല്ലേ. ശരിക്കും അത് കളയേണ്ട കാര്യമില്ല, അത് ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണെന്നല്ലേ പറയേണ്ടത്. അപ്പം നമുക്കത് അതിൽ തോലിയൊക്കെ ഉണ്ടെങ്കിൽ അതിലിരുന്നോട്ടെ, കുഴപ്പമില്ല കേട്ടോ, കളയണ്ട. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ കടലപ്പരിപ്പും 1 സ്പൂൺ ഉഴുന്നുപരിപ്പും ഒരു 4-5 മണി കുരുമുളകും ഒരു 4-5 വറമുളകും കൂടി നന്നായിട്ട് മൂപ്പിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഇത് അങ്ങനെ തന്നെ പച്ചക്കിട്ടിട്ടാണ് അതിലരയ്ക്കുക. പക്ഷേ ഇതുപോലൊന്ന് മൂപ്പിച്ചിട്ട് ചേർത്ത് നോക്കൂട്ടോ, എന്തൊരു മണമെന്നറിയോ. ആ ദോശയുടെ മണം തന്നെ മാറും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ പറയൂട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റിയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ, നല്ലൊരു മണം കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. ഇത് നന്നായിട്ട് മൂത്ത ശേഷം നമുക്കൊരു ചെറിയ പാത്രത്തിൽ ഇട്ട് വയ്ക്കാം. അതൊന്ന് ആറട്ടെ, എന്നിട്ട് വേണം നമുക്ക് അരക്കണതിൽ ചേർത്ത് കൊടുക്കാൻ. ഇനി നമുക്കൊരു 5-8 ചെറിയ ഉള്ളി വേണം, ഒരു പച്ചമുളക് വേണം. നോക്കൂ, ഇതിലേക്ക് നമുക്ക് പച്ചമുളകും വേണം, കുരുമുളകും വേണം, ചുമന്ന മുളകും വേണം കേട്ടോ. അപ്പോൾ അത് എരിവനുസരിച്ചിട്ട് നിങ്ങൾ എടുത്തോളൂ. ഇനി ഇതിനെ ആദ്യം ഒന്ന് ഇതുപോലെ ഒന്ന് തരിവിരാന്ന് അരച്ചെടുത്ത ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ളതില്ലേ അത് അതിലേക്ക് കൊട്ടി കൊടുക്കണം. പിന്നെ നമ്മളുടെ പച്ചമുളകും ചേർത്തി കൊടുക്കണം, ചെറിയ ഉള്ളി ചേർത്തി കൊടുക്കണം. പിന്നെ ഇതെല്ലാം പയറുവർഗ്ഗങ്ങളല്ല അധികം. അപ്പോൾ അതിലേക്ക് നമ്മൾ നല്ലോണം കായപ്പൊടിയും ചേർത്തി കൊടുക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഈ ഉള്ളിയൊക്കെ ഒന്ന് നടുമുറിച്ചിടുകയാണ്. ചിലപ്പോൾ ഒന്ന് അരയാൻ പറ്റില്ല, ഫുള്ളായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അരയില്ല. അപ്പോൾ ഞാൻ അത് ഒന്ന് മുറിച്ചിട്ടിട്ടു. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്തു. ഞാൻ പറഞ്ഞില്ലേ, കായവും ചേർത്ത്. കായം കുറച്ച് നല്ലോണം തന്നെ ചേർത്തിക്കോളൂ കേട്ടോ. ചിലവർ ഇതിലേക്ക് ജീരകം കൂടി ചേർത്താറുണ്ട്. നമുക്ക് ജീരകം ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ ജീരകം ചേർത്തിയിട്ടില്ല കേട്ടുള്ളൂ. ഇനി കറിവേപ്പില ഇതിലിട്ട് അരക്കില്ല. ഇനി ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതെന്താ ചെയ്യേണ്ടതെന്ന്. ഇതാ പരിപ്പ് വടയെക്കാട്ടും നന്നായിട്ട് അരയണം. എന്നങ്ങനെ കുഴഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അധികം വെള്ളവും പാടില്ല. അതുപോലെ വേണം ഉണ്ടാക്കാൻ. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതുമാതിരി പിച്ചിയിടാം. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഇതൊരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്ക് അപ്പോഴേക്കും ഒരു ചെറിയൊരു ചമ്മന്തി കൂടി റെഡിയാക്കാം കേട്ടോ. അതിനുവേണ്ടി നമ്മൾ എടുത്ത് വെച്ച ബാക്കി ചെറിയ ഉള്ളിയും ആ പച്ചമുളകും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ചതയ്ക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇത് അമ്മിയിൽ അരച്ചെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ ചതച്ചെടുക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വരട്ടിക്ക് നല്ലെണ്ണയാണ് വേണ്ടത്. നല്ലെണ്ണയാണെങ്കിലാണ് വരട്ടിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുക്കുക, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ വരട്ടിയുടെ മാവ് ഇതുപോലെ അങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിലാണ് കേട്ടോ ഒന്ന് വേണ്ടത്. വെള്ളം പോലെ ആവരുത്. ഇതിനെ നന്നായി മിനുസായി അരച്ച് നമുക്ക് കുറച്ച് ലൂസാക്കി ദോശമാവ് പരുവത്തിലാക്കി നമ്മൾ ദോശക്കല്ലിൽ ഇങ്ങനെ പരത്തിയെടുക്കും. അങ്ങനെയല്ല വരട്ടി, അങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുക. വരട്ടി ഇതുപോലെയാണ് പഴയ കാലത്ത് ഉണ്ടാക്കുക. ഇതിനെങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ തട്ടി പരത്തിയിട്ടാണ് നമ്മൾ വരട്ടി. എത്ര വലുപ്പത്തിൽ വേണോ ആ വലുപ്പത്തിലനുസരിച്ച് അതുപോലെ തട്ടി പരത്തി വേണം കേട്ടോ എടുക്കാൻ. ഇനി ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് മുരിച്ചെടുക്കണം 2 സൈഡും. പണ്ടൊക്കെ ആണെങ്കിൽ കനലിൻ്റെ അടുപ്പത്ത് ഇതുമാതിരി ദോശക്കല്ലിൽ പരത്തി അവിടെ ഇടും നല്ലെണ്ണ ഒഴിച്ചിട്ട്. അതിങ്ങനെ കടന്ന് മുരിഞ്ഞത് അതുപോലെ 2 സൈഡും മുരിഞ്ഞ് വരും. നല്ല മുരിഞ്ഞ വരട്ടിയുടെ മണവും അത് കഴിച്ചാലേ നമുക്ക് പറയാൻ പറ്റൂ. ഇപ്പോൾ നമ്മുടെ വരട്ടി ഏകദേശം ഞാൻ അതേമാതിരിയൊക്കെ മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുപ്പൊക്കെ ഉള്ളവർക്ക് നല്ല സുഖമാണ് ഈ വരട്ടി ഉണ്ടാക്കാൻ. ഒരു ഭാഗത്ത് അത് ഇങ്ങോട്ട് പരത്തി വെച്ച് കഴിഞ്ഞാൽ അത് തന്നെ അവിടെ കിടന്ന് മുരിഞ്ഞോളും. എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ ഉള്ളി അരച്ചതും ആ വെളിച്ചെണ്ണ ഒഴിച്ച ചമ്മന്തിയും ഈ മൊരാന്നുള്ള നമ്മുടെ വരട്ടി അത് മരിയിരിക്കണം വരട്ടിയിട്ടുള്ളൂ. ചൂടോടെ കഴിക്കണം. ഇത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, കഴിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ല ചൂടോടെ കഴിക്കണം. ഇതുപോലെ മുരിഞ്ഞ ഒരു കഷ്ണം വരട്ടിയും ഈ ചമ്മന്തിയും കൂടി പൊട്ടിച്ചിങ്ങനെ വായിലിടും. എന്തൊരു ടേസ്റ്റാന്ന് പറയുക, മണവും ഇതും. അപ്പോൾ ഈ മണവും ഈ ടേസ്റ്റും നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴയകാല വിഭവമാണ്. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ശരി, ഓക്കെ, ബൈ.